പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന് നാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. അന്തിമോപചാരം അർപ്പിച്ച ഗവർണർമാരും മന്ത്രിമാരും അടക്കം നൂറുകണക്കിന് പേർ. ഷഹബാസ് കൊലപാതകത്തിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് ജാമ്യമില്ല. ജാമ്യാപേക്ഷ തള്ളി ഹൈക്കോടതി. ജാമ്യം അനുവദിച്ചാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്ന് കോടതി. ബന്ദിപ്പോറയിൽ ഏറ്റുമുട്ടലിൽ ഒരു ലഷ്കർ ഇ ത്വയ്ബ കമാൻഡറെ വധിച്ച സൈന്യം. കൊല്ലപ്പെട്ടത് അൽതാഫ് ലല്ലി എന്ന ഭീകരനെന്ന് റിപ്പോർട്ട്. കശ്മീർ അതിർത്തിയിൽ പാക് പ്രകോപനം. നിയന്ത്രണ രേഖയിൽ രാത്രി പലയിടത്തും വെടിവയ്പ്. ശക്തമായി തിരിച്ചടിച്ചെന്ന് സൈന്യം. പഹൽഗാം ഭീകരാക്രമണം നടത്തിയ കശ്മീരികളായ 2 ഭീകരരുടെ വീടുകൾ തകർത്തു. നടപടി പ്രാദേശിക ഭരണകൂടത്തിന്റേതെന്ന് റിപ്പോർട്ട്. ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയത് ഹാഷിം മൂസയെന്ന് കണ്ടെത്തൽ. ആക്രമണം നടത്തിയ രണ്ട് ഭീകരരുടെ രേഖാചിത്രം കൂടി പുറത്ത്. അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട ചൊല്ലാൻ ലോകം. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് വിശ്വാസികളുടെ ഒഴുക്ക് തുടരുന്നു. സംസ്കാരം നാളെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30. രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുക്കും. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ 2 പേരെ കൂടി പ്രതി ചേർത്ത് ക്രൈംബ്രാഞ്ച്. പ്രതി ചേർത്തത് MS സൊല്യൂഷൻസ് മാനേജരെയും അധ്യാപകനെയും. ഇരുവരും ഒളിവിലെന്ന് ക്രൈംബ്രാഞ്ച്. IPL-ൽ ഹൈദരാബാദ് ചെന്നൈ പോരാട്ടം. മത്സരം രാത്രി 7:30 ചെന്നൈയിൽ. ഇരു ടീമുകൾക്കും ജയം അനിവാര്യം.